Hello my dear students. Welcome to the new chapter Linear Inequalities. ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലീനിയർ ഇനീക്വാലിറ്റി. ഇനീക്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു നമുക്കറിയില്ലേ, ഇക്വേഷൻ ഈക്വൽ ടു ഒക്കെ അല്ലേ, ഈക്വൽ അല്ലാതെ വരുന്ന, അതായത് ഗ്രേറ്റർ ദാൻ വരാം, ലെസ് ദാൻ വരാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇനി ഒന്നും അല്ലെങ്കിൽ ഈക്വൽ അല്ലാതെ, നോട്ട് ഈക്വൽ ടു, ഇങ്ങനെ ഈ സിമ്പിൾ ഉപയോഗിച്ചത് ഇതാണ് ഇനീക്വാലിറ്റീസ്. അത് ഫസ്റ്റ് ഡിഗ്രിയിലായി വരുമ്പോൾ അതാണ് ലീനിയർ ഇനീക്വാലിറ്റീസ്. ഫസ്റ്റ് ഡിഗ്രി ആണ് എക്സ് അല്ലെങ്കിൽ വൈയുടെ ഒക്കെ ചരങ്ങളുടെ ആ പവേഴ്സുകൾ വൺ ആയിട്ട് നമ്മൾ ലീനിയർ ഇക്വേഷൻ ഒക്കെ പഠിച്ചു. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 അല്ലെങ്കിൽ എക്സ് പ്ലസ് 4y മൈനസ് 1 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഒക്കെ വരുമ്പോൾ അത് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഒക്കെ പോകും. ഫസ്റ്റ് ഡിഗ്രിയിൽ വരുന്ന ഇക്വേഷൻ ആണ് ലീനിയർ ഇക്വേഷൻ. എക്സ് പ്ലസ് 3 ഈക്വൽ ടു 20. ഇത് ഈക്വൽ ടു ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും എക്സും ഇതൊക്കെ ആയിട്ടുള്ള ഒരു മീനിങ് ഫുൾ ആണ്, അതുകൊണ്ട് ഇത് ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഡിഗ്രി ആണ്, അതിന്റെ പവർ 1 ആണ്, അതുകൊണ്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. അതിനെയാണ് ലീനിയർ എന്ന് പറയുന്നത്, ലീനിയർ ഇക്വേഷൻ. ഫസ്റ്റ് ഡിഗ്രി ആണ് ലീനിയർ. ഇതിന്റെ പവർ 2 ആണെങ്കിൽ അത് ഫസ്റ്റ് ഡിഗ്രി എന്ന് മാറും, സെക്കൻഡ് ഡിഗ്രിയിലുള്ള ഇക്വേഷൻ. ഇത് സെക്കൻഡ് ഡിഗ്രിയിലെ ഇക്വേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രി ഇനീക്വാലിറ്റി ആണ്. എക്സ് ഈക്വൽ ടു 7, എക്സിന്റെ പവർ 1 ആണ്, അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഡിഗ്രിയിലുള്ള ഇക്വേഷൻ ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണെങ്കിൽ ഇത് ഇക്വേഷൻ അല്ല, ഇനീക്വാലിറ്റി ആണ്, ഫസ്റ്റ് ഡിഗ്രി ഇനീക്വാലിറ്റി ആണ്. അവിടെ സ്ക്വയർ ക്യൂബ് ഒക്കെ വന്നാൽ ഫസ്റ്റ് ഡിഗ്രി എന്ന് പോകും. ഓക്കെ, അപ്പൊ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ ഇനീക്വാലിറ്റി എക്സിന്റെ അല്ലെങ്കിൽ വൈയുടെ പവർ 1 ആയിട്ട് വരിക, അതിന് ഇതിൽ ഏതെങ്കിലും സിമ്പിൾ ഒക്കെ വരിക, അതാണ് ലീനിയർ ഇനീക്വാലിറ്റീസ്. ഓക്കെ, അതിൽ തന്നെ ന്യൂമറിക്കൽ ഇനീക്വാലിറ്റി ഉണ്ട്. ന്യൂമറിക്കൽ ആണ് നമ്പർ ഉപയോഗിച്ചിട്ട്. 8ഉം 70ഉം 8 70, ഇതിൽ ഏതാണ് വലുത്? 70 എന്ന് പറഞ്ഞാൽ ഇത് ചെറുതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 8 ലെസ് ദാൻ 70 എഴുതാം. തിരിച്ചും എഴുതാം, 70 ആദ്യം എഴുതിയിട്ട് 8 ആണെങ്കിൽ അപ്പോൾ 70 വലുതായിരിക്കും 8നേക്കാൾ. 70 ഗ്രേറ്റർ ദാൻ 8 അല്ലെ. ഏതാണോ വലിയ ഭാഗം അങ്ങോട്ടത്, ചെറിയ ഭാഗത്തുള്ളിടത്ത് ആ കൂർപ്പ് ഇങ്ങനെ വരും. ഓക്കെ, മുനപ്പ് ഇങ്ങനെ വരും. ഇത് നമ്പർ മാത്രം ഉപയോഗിച്ചുള്ള എഴുതാം. ഇതിനെയാണ് ന്യൂമറിക്കൽ ഇനീക്വാലിറ്റീസ് പറയുന്നത്. ഇനി ലിറ്ററൽ ഇനീക്വാലിറ്റി ഉണ്ട്, അതിൽ വാരിയബിൾ ഒക്കെ വരും. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 പ്ലസ് 1. ഇങ്ങനെ എക്സ് വൈ അല്ലെങ്കിൽ ചരങ്ങളൊക്കെ ഉപയോഗിച്ച് വരുന്ന ഈക്വൽ ടു അല്ലാതെ വരുന്ന ഇനീക്വാലിറ്റി ആയി വരുന്നതിനൊക്കെയാണ് ലിറ്ററൽ ഇനീക്വാലിറ്റി. ഒരു നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ ന്യൂമറിക്കൽ ഇനീക്വാലിറ്റി. ഇനി സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി ഉണ്ട്, സ്ലാക്ക് ഇനീക്വാലിറ്റി ഉണ്ട്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ കറക്റ്റ് അല്ലെങ്കിൽ ലെസ് ദാൻ കറക്റ്റ്. ആ താഴെ ഈക്വൽ ടു ആണ് ഒഴിവാക്കുക. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 31 അല്ലെങ്കിൽ y മൈനസ് 2 ലെസ് ദാൻ 10. ഇത് സ്ട്രിക്റ്റ് ആ, കറക്റ്റ് ഇങ്ങനെ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ കറക്റ്റിൽ നിൽക്കണം. ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ ഒപ്പം ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. അങ്ങനെ ഈക്വൽ ടു ഇല്ലാതെ വെറും ലെസ് ദാൻ അല്ലെങ്കിൽ വെറും ഗ്രേറ്റർ ആണെങ്കിൽ ഇതിനെയാണ് സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. സ്ലാക്ക് ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വൽ ടു ഉണ്ടായപ്പോ സ്ലാക്ക് ഇനീക്വാലിറ്റി, ഇവിടെ ഈക്വൽ ടു ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ മാത്രം അല്ലെങ്കിൽ ലെസ് ദാൻ മാത്രം, അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈക്വൽ ടു കൂടെ വരുമ്പോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെ സ്ട്രിക്റ്റ് അല്ല, ഒന്നെങ്കിൽ വലുത് അല്ലെങ്കിൽ ഈക്വൽ ടു, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ചെറുത് അല്ലെങ്കിൽ ഈക്വൽ ടു, അങ്ങനെ വരുന്ന സ്ലാക്ക് ഇനീക്വാലിറ്റിയും എന്ന് പറയും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ, ദ സൊല്യൂഷൻ ഓഫ് ആൻ ഇനീക്വാലിറ്റി. ഒരു ഇനീക്വാലിറ്റിയുടെ സൊല്യൂഷൻ ആണ് പറയുന്നത്. ഈക്വാലിറ്റിയുടെ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്കറിയാം. നമുക്കൊരു ഇക്വേഷൻ നോക്കാം. 3x plus 1 equal to 20. 3x plus 1 equal to 22. ഇത് ഈക്വൽ ഉണ്ട്, അപ്പുറം ഇപ്പുറം ഒക്കെ അർത്ഥപൂർണമാണ്. ഇക്വേഷൻ ആണ്. സോൾവ് ദിസ് ഇക്വേഷൻ 3x plus 1 equal to 20. നമ്മൾ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ x. x ന്റെ വാല്യൂ ആണല്ലേ, x ന്റെ വാല്യൂ കാണാൻ ചെയ്യണം. ഈ 1 ഉം പോണം 3 ഉം പോണം അല്ലെ. ആദ്യം 1 പോട്ടെ. From here we will get 3x is equal to 1 അങ്ങോട്ട് പോട്ടെ, 22 minus 1. എത്ര 22 minus 1? 20. എന്ത് ഈക്വൽ ടു? x ഈക്വൽ ടു അല്ല,
3x equal to 21. Therefore, from here we will get x is equal to 21 into 3 by 3 equal to 7. That is, x is equal to 7 is the solution of the equation 3x plus 1 equal to 22. ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ള ആ വാരിയബിളിന്റെ വില അല്ലെങ്കിൽ വിലകൾ. ഇവിടെ എക്സിന്റെ പവർ 1 ആണ്. ഫസ്റ്റ് ഡിഗ്രിയിലുള്ള ഇക്വേഷൻ ആണെങ്കിൽ അതിൽ എക്സിന് ഒരു വാല്യൂ കിട്ടും. സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ 2 വാല്യൂസ് മാക്സിമം. ഓക്കെ, അപ്പൊ x ഈക്വൽ ടു 7 ആണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ. എന്ന് പറഞ്ഞാൽ എക്സിന് 7 കൊടുത്താൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എക്സിന് 7 കൊടുത്തോക്കാം, 3 into 7 അപ്പൊ തന്നെ 21 ആയി, പ്ലസ് 1 കറക്റ്റ് 22 അല്ലേ. 7 അല്ലാതെ വേറെ ഏത് നമ്പർ കൊടുത്താലും ഇവിടെ കറക്റ്റ് 22 ഉണ്ട്. 6 കൊടുത്തോക്കാം, 3 into 6 വരുമ്പോ 18 plus 1 18 plus 1 19 ആണ്. 8 കൊടുത്തോക്കാം, 3 into 18 എന്തായി, 24 plus 1 25 22 കിട്ടും. 7 point something ചെറിയ റിംഗിൽ 7.1 കൊടുത്തോക്കാം, അപ്പൊ 3 into 7.1 ചെയ്യുമ്പോ 21.3 ആവും. പിന്നെ 1 കൊടുക്കുമ്പോ 22.3. 7 അല്ലാതെ ഏത് നമ്പർ കൊടുത്താലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു വില അത് 7 മാത്രമാണ്. ഇത് ലീനിയർ ഇൻഇക്വാലിറ്റി ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് എക്സിന് ഒരു വാല്യൂ കിട്ടുള്ളൂ. ആ വില കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് വേറെ വില കിട്ടില്ല ഫസ്റ്റ് ഡിഗ്രി ആയതുകൊണ്ട്. അപ്പോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ള വാല്യൂബിളിന്റെ വില അല്ലെങ്കിൽ വിലകളെയാണ് എന്ത് പറയാം, സൊല്യൂഷൻ. ഇക്വേഷന്റെ സൊല്യൂഷൻ സെയിം ലൈക്ക് ദാറ്റ്. ഒരു ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഇനീക്വാളിറ്റിയുള്ള വാല്യൂബിളിലെ അതിന്റെ വിലകൾ എങ്ങനെയുള്ള വില, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ള ആ ഇനീക്വാളിറ്റിയുടെ വിലകളെയാണ് എന്ത് പറയാ, ആ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ. The solution of an inequality in one variable is the value of the variable that it makes the inequality as true statement. തന്നിരിക്കുന്ന ഇനീക്വാളിറ്റിയെ ട്രൂ ആക്കി മാറ്റാൻ കഴിവുള്ള വാരിയബിളിന്റെ വിലകളെയാണ് എന്ത് പറയാ, ആ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ, ഇനീക്വാളിറ്റീസിന്റെ ചില നിയമങ്ങളാണ്, റൂൾസ് ഓഫ് ഇനീക്വാളിറ്റീസ്. ഈക്വാലിറ്റിയെ കുറിച്ച് നമുക്കറിയാം, ഇക്വേഷനെ കുറിച്ച് നമുക്കറിയാം. x plus 5 equal to 18. ഇത് ഈക്വൽ ടുന്റെ ലെഫ്റ്റ് സൈഡ്, ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡ്. ഇത് LHSഉം RHSഉം. ഇക്വേഷനെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇവിടെ നമ്പർ ആഡ് ചെയ്താൽ അതേ നമ്പർ അവിടെയും ആഡ് ചെയ്താൽ ഈ ഇക്വേഷൻ മാറില്ല അല്ലെ. ഇവിടെ 3 കൂട്ടി അവിടെയും 3 കൂട്ടിയാൽ മതി. ഞാൻ അവിടെ 7 കുറക്കാൻ ഇവിടെ 7 കുറച്ചാൽ മതി. ഇവിടെ കൂടുന്ന നമ്പർ തന്നെ അവിടെ കൂട്ടിയാൽ മതി, വാല്യൂ മാറും. ഇവിടെ കുറക്കുന്ന നമ്പർ തന്നെ അവിടെ കുറച്ചാൽ മതി. അപ്പൊ എന്താവും, അതിന്റെ ഇക്വേഷൻ അതിന്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടാവും. ഇനി ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഏതാണോ അതുകൊണ്ട് തന്നെ അവിടെ ഡിവൈഡ് ചെയ്താൽ മതി, നോൺ സീറോ ആണ്. എയ്റ്റ് പ്ലസ് 2 നമുക്കറിയാം 10 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 6 plus 4. ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ, 10 ആണ്, 10 ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്പർ കൂട്ടുക, അതേ നമ്പർ അവിടെയും കൂട്ടാൻ എന്താ സംഭവിക്കും, ഇവിടെ ഞാൻ 1 കൂട്ടി, ആ നമ്പർ അവിടെയും കൂട്ടി, അപ്പൊ അത് 11 ആവും, അതും 11 ആവും. അതേപോലെ ഞാനൊരു 2 കുറച്ചിട്ടുണ്ട്, അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, 2 കുറക്കണം. അപ്പൊ 10 2 കുറച്ച് 8 ആവും, അപ്പൊ ഇത് 8 ആവും. ഇവിടെ കൂട്ടുന്ന നമ്പറിനെ അവിടെ കൂട്ടാം, അല്ലെങ്കിൽ അവിടെ കുറക്കണം ഇവിടെ കുറക്കണം. രണ്ടും ഒരേ നമ്പറാണ്, ഒരേ നമ്പറിനെ കൂട്ടണം അല്ലെങ്കിൽ ഒരേ നമ്പറിനെ കുറക്കണം. ഇനി ഇത് 10 തന്നെ, 8 plus 2 അത് 6 plus 4 അല്ലെ. ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് ഇവിടെ ഡിവൈഡ്, ഇവിടെ ഹരിക്കണം, ഇവിടെ ഹരിക്കാം, വാല്യൂ മാറുന്നില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവിടെയും ചെയ്യാം, അതാണ് ഇക്വേഷന്റെ പ്രത്യേകത. അവിടെ ചെയ്യണം ഇവിടെ ചെയ്യണം, ഒരേ നമ്പർ കൊണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് മാറില്ല, സെയിം ആയിട്ട് അങ്ങനെ വാല്യൂ ഒരേ താറ്റി ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇനീക്വാളിറ്റിയുടെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. 80 15 ഇതാണ് വലുത് അല്ലെ. ന്യൂമറിക്കൽ ഇനീക്വാളിറ്റി ആണ്, അത് സ്ട്രിക്റ്റ് ആണ്. ഇത് ന്യൂമറിക്കൽ സ്ട്രിക്റ്റ് ആണ്. 80 is greater than 15. 80 വലുതാണ് 15നേക്കാൾ. ഇവിടെ നമ്പർ കൂട്ടിയിട്ട് ആ നമ്പർ എവിടെയും കൂട്ടി വെക്കാം. ഈക്വൽ ടുന് പകരം ഇതാണ് കേട്ടോ, ഇതാണ് ഒന്നോട്ടെ.
80 ആണ്, ഇവിടെ 15 ആണ്. ഇവിടെ കൂടെ നമ്പറിനെ എവിടെയും കൂട്ടാം, 2 കൂട്ടം ഇവിടെ 2 കൂട്ടം. അപ്പൊ എന്താവും? ഇത് 82 ആവും, അത് 17 ആവും. ഇപ്പോഴും ഇത് തന്നെയാണ് വലുത് അല്ലെ? അല്ലെങ്കിൽ ഇവിടെ അവിടെ 5 വീതം കുറക്കാം, ഇത് 5 കുറക്കാം, ഇവിടെ 5 കുറക്കാം. അപ്പൊ എന്താവും? ഇത് അപ്പൊ ഇത് 75 ആവും. അപ്പൊ അതാവും 10 ആവും. അപ്പോഴും ഇനീക്വാളിറ്റി അതിന്റെ സൈൻ മാറില്ല, അത് തന്നെയാണ്. ഇവിടെ കൂടുന്ന നമ്പറിനെ അവിടെ കൂട്ടാം, ഇവിടെ കുറക്കുന്ന നമ്പറിനെ അവിടെയും കുറക്കാം. ഇനി ഇക്വേഷന്റെ പോലെ തന്നെയാണ്. ഇനി ഇവിടെ നമ്പറോട് ഗുണിക്കുക, അവിടെ നമ്പറോട് ഗുണിക്കുക. ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കാം, പോസിറ്റീവ് നമ്പറാണ് ഗുണിക്കണമെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവും. ഉദാഹരണം 7 ഈസ് ഗ്രേറ്റർ ദാൻ 2 അല്ലെ? ഇവിടെ കൂടുന്ന നമ്പറിനെ അവിടെ കൂട്ടാം, ഈ ഇനീക്വാളിറ്റിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. കുറക്കുന്ന നമ്പറിനെ അവിടെ കുറക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി ഒരു പോസിറ്റീവ് നമ്പറോട് ഗുണിക്കാം, പോസിറ്റീവ് നമ്പർ ഇവിടെയും ഇൻറ്റു 3 ചെയ്യാം, ഇവിടെയും ഇൻറ്റു 3 ചെയ്യാം. അപ്പൊ ഇത് 21 ആവും, ഇതോ 6 ആവും. അപ്പോഴും ഒരു കുഴപ്പമില്ല, ഇനീക്വാളിറ്റി ഇത് ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞു അല്ലെ? ഇവിടെ 20 ഗ്രേറ്റർ ദാൻ 15 അല്ലെ? ഒരേ നമ്പർ അപ്പുറം കൂട്ടിയാലും ഇപ്പുറത്ത് കൂട്ടിയാലും ഇനീക്വാളിറ്റിക്ക് മാറ്റം ഉണ്ടാവില്ല, കുറച്ചാലും മാറ്റം ഉണ്ടാവില്ല. പോസിറ്റീവ് നമ്പർ കൊണ്ട് ഗുണിച്ചാലും മാറ്റം ഉണ്ടാവില്ല. ഇനി പോസിറ്റീവ് നമ്പർ കൊണ്ട് ഹരിച്ചാൽ എന്താ സംഭവിക്കുന്നു? ഇവിടെ ഞാൻ ബൈ 4 ചെയ്തു, ബൈ 5 ചെയ്തു. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതെന്തായി മാറി? 20/5 4, 15/5 3. അപ്പോഴും ഈ ഇനീക്വാളിറ്റി ഇങ്ങോട്ട് തിരിഞ്ഞാലോ നിൽക്കുക അല്ലെ? അപ്പൊ ഒരേ നമ്പർ കൂട്ടിയാൽ ഒരു മാറ്റം ഉണ്ടാവില്ല, കുറച്ചാലും മാറ്റം ഉണ്ടാവില്ല. പോസിറ്റീവ് കൊണ്ട് ഗുണിച്ചാലും മാറ്റം ഉണ്ടാവില്ല, പോസിറ്റീവ് കൊണ്ട് ഹരിച്ചാലും മാറ്റം ഉണ്ടാവില്ല. ഇനി നമുക്ക് നെഗറ്റീവ് കൊണ്ട് ചെയ്തു. ഓക്കെ, അവിടെ ടേണിങ് ശ്രദ്ധിക്കും. 12 ഗ്രേറ്റർ ദാൻ 5 ശരിയാണല്ലേ? ഇനി രണ്ട് ഭാഗത്തും പോസിറ്റീവോട് ഗുണിച്ച് പോസിറ്റീവോട് ഹരിച്ചു, നെഗറ്റീവോട് ഗുണിക്കുക, ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് 12 ഇൻറ്റു -2 പറയുമ്പോ -24 ആണ്, ഇത് -10 ആണ്. ഇത് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. -24 -10. ഇതിലേതാ വലുത്? ഇതാണ് വലുത്, ഇതാണ് വലുത്. അപ്പൊ ഇനീക്വാളിറ്റി അങ്ങോട്ടുള്ള നേരെ തിരിഞ്ഞു കേട്ടാ. നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് രണ്ട് സൈഡിലും ഇനീക്വാളിറ്റി രണ്ട് ഭാഗത്തും ഗുണിക്കണമെങ്കിൽ അങ്ങോട്ടുള്ള ഇനീക്വാളിറ്റി ഇങ്ങോട്ട് തിരിഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട്. ഇനീക്വാളിറ്റി നേരെ റിവേഴ്സ് ആയി. ഇതുപോലെ തന്നെയാണ് നെഗറ്റീവോട് ഡിവൈഡ് ചെയ്യുന്നത്. 10 ഈസ് ഗ്രേറ്റർ ദാൻ 8. 10 വലുതാണ് 8നേക്കാൾ അല്ലെ? രണ്ടിന്റെയും -2 കൊണ്ട് കട്ട് ചെയ്ത് നോക്കാം, -2 ഡിവൈഡ് ചെയ്ത് നോക്കാം. 10ന്റെ പകുതി 5 ആണ്, പക്ഷെ ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ട് മൈനസ്. 8ന്റെ പകുതി 4 ആണ്, ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ട് മൈനസ്. അങ്ങോട്ടുള്ള ഇനീക്വാളിറ്റി ഇതിൽ ഇതാണ് വലുത്, ഇതാണ് വലുത്. ഇനീക്വാളിറ്റി തിരിഞ്ഞു. ഓക്കെ, അപ്പോ ഇക്വേഷന്റെ അതുപോലെ തന്നെയാണ് ഇനീക്വാളിറ്റി. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനീക്വാളിറ്റിയുടെ രണ്ട് ഭാഗത്തും ഒരേ നമ്പർ കൂട്ടാം, ഒരേ നമ്പർ കുറക്കാം. The sign of inequality will not be changed. ആ ഇനീക്വാളിറ്റി തിരിയില്ല, അങ്ങോട്ടാണ് അങ്ങോട്ട് തന്നെ ആയിരിക്കും, ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനീക്വാളിറ്റി വിൽ നോട്ട് ബി ചേഞ്ച്, തിരിയില്ല, അങ്ങോട്ട് തന്നെ. എന്നാൽ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ അങ്ങോട്ടുള്ള ഇനീക്വാളിറ്റി നേരെ ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട്, നേരെ റിവേഴ്സ് ആയി മാറും. ഓക്കെ, ആ റൂൾസ് കൊണ്ടുവരണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോൾവ് 2x plus 3 greater than 90. ഇനീക്വാളിറ്റി ആണ്, ഇക്വേഷൻ അല്ല. 2x plus 3 greater than 90 എന്നുള്ള ഈ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യും. The solution of an inequality is the value of the variable that makes the inequality a true statement. ഇനീക്വാളിറ്റിയിലെ വാരിയബിളിന്റെ വാല്യൂ ആണ് ഈ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ ആയിട്ട് വരിക. ഈ ഇനീക്വാളിറ്റി സ്റ്റേറ്റ്മെന്റിനെ ട്രൂ ആക്കി മാറ്റാൻ കഴിവുള്ള വാല്യൂ. ഓക്കെ, അപ്പൊ ഈക്വൽ ടു ആണ് എന്ത് ചെയ്യാം? ഇവിടെ 2x plus 3 equal to 90 ആണെന്താവും? ഈ പ്ലസ് 3 അങ്ങോട്ട് കൊണ്ടുപോകും അല്ലെ? എന്നിട്ട് 2 നെ കൂടെ എക്സിന്റെ വാല്യൂ കൊണ്ടു. ഓക്കെ, ശരിക്കും അത് അങ്ങോട്ട് കൊണ്ടുവരാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂ ആണെങ്കിൽ ഇത് പോകണം പറഞ്ഞാൽ ഇവിടെ 3 -3 പോകണം. ഇവിടെ 3 പോയി -3 വരണം, 2 നെ പോണെങ്കിൽ ബൈ 2 ഒക്കെ ചെയ്യണം. ശരിക്കും അങ്ങനെയാണെന്ന് ഞാൻ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ഈക്വൽ ടു എന്നൊക്കെ എഴുതുക. 2x ആണ് നിർത്തുക, ഗ്രേറ്റർ ദാൻ 90 അവിടെ നിർത്തുക. ഇവിടെയുള്ള +3 ഈക്വൽ ടു ആകുമ്പോൾ -3 ആവും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കും.
അപ്പൊ +3 അങ്ങോട്ട് പോയി -3 എന്നാണ്. 2x എഴുതി ഗ്രേറ്റർ ദാൻ 2 എത്ര 90 ന്ന് 3.60. അപ്പൊ എന്ത് കിട്ടി 2x ഗ്രേറ്റർ ദാൻ 60 ഈക്വൽ ടു എഴുതിയാൽ മതി. അപ്പൊ ഈക്വൽ ടു പറ്റും അങ്ങോട്ട് കൊണ്ടുപോകും x വരും ഇങ്ങനെ 60 ഉണ്ടാവും ഇൻറ്റു 2/2 x എഴുതാം. ഇത് ഈക്വൽ ടു ആണെങ്കിൽ ഈക്വൽ ടു കൊടുക്കുക. ഇത് ഇങ്ങനെ ഇടാം 16/2 എത്ര 16/2 പറഞ്ഞാൽ 8. സോ x ഗ്രേറ്റർ ദാൻ 8 x ഈക്വൽ ടു 8 ആണെങ്കിൽ x ന് ഒരു വില ഉള്ളൂ. ഇത് ഇനീക്വാളിറ്റി ആയതുകൊണ്ട് x ഗ്രേറ്റർ ദാൻ 8 x ന്റെ വില വലുതാണ് 8നേക്കാൾ. 8നേക്കാൾ ഈക്വൽ ടു ഇവിടെ അല്ല ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഇല്ല വെറും ഇനീക്വാളിറ്റി വെറും ഗ്രേറ്റർ ദാൻ ആണ് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി. x ന്റെ വാല്യൂ വലുതാണ് 8നേക്കാൾ. 8നേക്കാൾ വലിയ ഏത് നമ്പർ കൊടുത്താലും ആ ഇനീക്വാളിറ്റി ട്രൂ സ്റ്റേറ്റ്മെന്റ് ആവും. 8 കൊടുത്താൽ ശരിയാവൂല ഈക്വൽ ടു ഇല്ലല്ലോ. ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 8 ആണെങ്കിൽ 8ഉം കൊടുക്കുക 8ന് മേലക്കും കൊടുക്കുക. x ഗ്രേറ്റർ ദാൻ 8 എന്ന് പറഞ്ഞാൽ x ന്റെ വാല്യൂ വലുതാണ് 8നേക്കാൾ വലുതാണ്. 8നേക്കാൾ വലിയ ഏത് നമ്പർ കൊടുത്താലും 8ന്റെ തൊട്ടപ്പുറത്തെ നമ്പർ കൊടുത്താലും ശരിയാവും. 8ന്റെ തൊട്ടപ്പുറം നമ്പർ ഏതാ 8.1 8.01 അല്ല 8ന് തൊട്ടപ്പുറമുള്ള വാല്യൂ 8 പോയിന്റ് ആണ്. പക്ഷെ അത് എത്രയും കറക്റ്റ് പറയാൻ പറ്റില്ല. 8 കഴിഞ്ഞാൽ 9ന് ഇടയിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് ഒക്കെ 8 പോയിന്റ് സംതിങ് ആവില്ല. പക്ഷെ 8 കഴിഞ്ഞാൽ വരുന്ന ഉടനെ വരുന്ന ഫസ്റ്റത്തെ നമ്പർ നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റില്ല. 8.001 ഒന്നല്ല ഇതിനപ്പുറത്ത് കുറെ 0 കിട്ടിയതാ പറയാം. അപ്പൊ 8 കഴിഞ്ഞാൽ വരുന്ന ഏത് നമ്പറുകളാണോ ഏത് നമ്പർ കൊടുത്താലും ഇത് ശരിയാവും. 8 പോയിന്റുകൾ കൊടുക്കുക 9 കൊടുത്തോ 9 പോയിന്റ് കൊടുത്തോ 10 പോയിന്റ് ഏത് കൊടുക്കുക ശരിയാവും. 8 കൊടുത്താലോ ശരിയാവില്ല. ഗ്രേറ്റർ 8ന്റെ മേലെ കൊടുക്കും 8ന്റെ താഴെ കൊടുത്താൽ കിട്ടില്ല. ഇവിടെ 8ന്റെ താഴത്തെ നമ്പർ കൊടുത്തോ 7 കൊടുത്തോ 8ന്റെ മേലേക്ക് വാല്യൂ കൊടുക്കാൻ പറ്റില്ല. 7 കൊടുത്താൽ ശരിയാവും. 7 കൊടുത്താൽ 7 കൊടുത്താൽ ഇത് 2 14 ആവും. 14ക്ക് 3 കൂട്ടിയാ 17. ആ 17 വലുതാണോ 19നേക്കാൾ വലുതാണോ? ഇനി ഇവിടെ 8 കൊടുത്തോക്കാം അപ്പോഴും ശരിയാവും. 8 കൊടുത്താ 2 16 ആയി. 17 18 19. അപ്പൊ ഇവിടെയും 10 പാടിയും 19. 19 വലുതാണ് 19. 19നേക്കാൾ വലുതാ അല്ല. അപ്പൊ 8ഉം പറ്റില്ല. 8 പോയിന്റ് സംതിങ് ചെറിയൊരു ഇൻക്രിമെന്റ് കൊടുത്തോ. അപ്പൊ ഇതിന് 8 പോയിന്റ് കൊടുത്താല് ആ 8 പോയിന്റും 2ഉം ഗുണിച്ചാൽ 16 പോയിന്റ് സംതിങ് 16നേക്കാൾ വലുതല്ല. ആ 16നേക്കാൾ വലുതിലേക്ക് ഒരു 3 കൂട്ടിയാൽ 19നേക്കാൾ വലിയ നമ്പർ മതി. 19നേക്കാൾ വലിയ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 19 തന്നെയല്ലേ. അപ്പൊ 8 പറ്റില്ല. 8 പോയിന്റ് കൊടുക്കാം. ഇനി 9 10 കൊടുത്തു ഒരു കുഴപ്പമില്ല. 10 കൊടുത്തോക്കാം. 10 × 2 20 + 3 21 വലുതാണ് ശരിയല്ലേ. അപ്പൊ ഒരു ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാല് ആ ഇനീക്വാളിറ്റിയെ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആക്കാൻ കഴിവുള്ള വാരിയബിൾസിന്റെ വിലകളാണ്. ഇക്വേഷന്റെ വരി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം x ഗ്രേറ്റർ ദാൻ 8. അപ്പൊ ഏതൊക്കെയാണ് 8നേക്കാൾ വലിയ നമ്പർ കുറേ ഉണ്ട് അല്ലേ. നമ്മള് റിയൽ ടൈമിലേക്ക് നോക്കുക. ഇത് 0 എഴുതിക്കോ. 1 2 3 4 5 6 7 8 ഇവിടെ. പിന്നെ 8 പോയിന്റ് 9 9 പോയിന്റ് 9 10 അങ്ങനെ പോകും. 8നേക്കാൾ വലുതാണ് ഇവിടുന്ന് അങ്ങനെ പോകും. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരുപാട് വിലകളുണ്ട്. അത് ഫുള്ള് ഇതിന്റെ സൊല്യൂഷൻസ്. അപ്പൊ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഒരുപാട് വാല്യൂസ് അതിന്റെ സൊല്യൂഷൻ ഉണ്ടാവും. 8ന്റെ x ഗ്രേറ്റർ ദാൻ 8 8നേക്കാൾ മേലേക്ക് വരുന്ന ഏത് നമ്പർ പറ്റും. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് എങ്ങനെയാണ്? ഇത് 8 ഇല്ല 8 പോയിന്റുകളുണ്ട് 9ഉം 9 പോയിന്റുകളും 10ഉം 10 പോയിന്റുകളുണ്ട്. അതുകൊണ്ട് കോമട്ട് എഴുതാൻ പറ്റില്ല. സോ 8ന്റെ അവിടെ പോയിട്ട് എവിടെ വരെ പോകും? ഇൻഫിനിറ്റി വരെ പോകും. ഇൻഫിനിറ്റി ഒക്കെ തന്നെ ടച്ച് ചെയ്യില്ല. ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ. ഇതാണ് 8, ഇൻഫിനിറ്റി. 8 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വരെയും പറ്റും. 8 പറ്റൂല എക്സ്ക്ലൂഡിംഗ് ആണ്. കണ്ട ഇൻക്ലൂഡിംഗ് നമ്മൾ ഈ ബ്രാക്കറ്റിൽ കൊടുക്കുക. ഇതാണ് അതിന്റെ സൊല്യൂഷൻസ്. ഇനി x നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ x ഗ്രേറ്റർ ദാൻ 8 8നേക്കാൾ വലിയ നാച്ചുറൽ നമ്പർ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഏതൊക്കെ പറ്റാ 8ന്റെ മേലേക്ക് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഏതൊക്കെ സെറ്റ് ഉണ്ടാകാം? അപ്പൊ സൊല്യൂഷൻ സെറ്റ് 8 ഇല്ല 9 10 11 അങ്ങനെ പോകും. ഓക്കെ. ഇന്റിജർ ആണെങ്കിലോ 8ന്റെ മേലേക്ക് ഒരു ഇന്റിജർ അതും തന്നെയാണ്. ഈ പ്രത്യേകം x നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന ഇന്റിജർ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് റിയൽ നമ്പർ ആണ് ഫുള്ളാണ് കരുതേണ്ടി വരും. അപ്പൊ ഈ സാധനം അപ്ലൈ ചെയ്യുന്നു. ഇതാകുമ്പോ എന്താ എല്ലാം പോലും അല്ലെ. ഇതാകുമ്പോ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഇന്റിജേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സിന്റെ വാല്യൂ x ഏതാണ് ഇന്റിജർ ആണ് നാച്ചുറൽ നമ്പർ ആണോ എന്താ പറയുകയാണെങ്കിൽ അങ്ങനെ വരാം. ഇനി ഒന്നും പറയില്ലെങ്കിൽ അത് റിയൽ നമ്പർ ആണെന്ന് കരുതണം.
ഇതാണ് അതിന്റെ സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ ശരിക്കും നമ്മൾ ഇക്വേഷന്റെ +3 അങ്ങോട്ട് കൊണ്ട് -3 ആകും, *2 അങ്ങോട്ട് /2 ആകും. ശരിക്കും അങ്ങനെയല്ല നിയമം, ഇനീക്വാളിറ്റിയിലല്ല, അങ്ങനെ ശരിക്കും നിയമമല്ല. ഇത് ശരിക്കും ഇങ്ങനെ ചെയ്യാം. 2x + 3 > 90 ഇതല്ലേ നമ്മൾ ഇനീക്വാളിറ്റി. ഈ 3 അങ്ങോട്ട് പോവുകയല്ല ശരിക്കും. ശരി, ഈ 3 പോണെങ്കിൽ ഇവിടെ 3 കുറക്കാം, ഇവിടുന്ന് രണ്ട് ഭാഗത്തും 3 മൈനസ് ചെയ്യാം. ശ്രദ്ധിക്കണം, ഇനീക്വാളിറ്റി റൂൾസ് പറഞ്ഞു അവിടെയും ഇവിടെ ഒരേ നമ്പർ കുറക്കാം. അങ്ങനെ രണ്ട് ഭാഗത്തും 3 കുറച്ചു, അപ്പൊ ഇവിടെ 2x ആയി, ഇത് പിന്നെ 0 ആയി മാറി. കണ്ടാ, ഇത് 16 ആയി. അപ്പൊ നമുക്ക് ഏകദേശം ഇങ്ങനെ കിട്ടും അല്ലെ. ഇനി 2x > 16 ആണ്. ഈ 2 അങ്ങോട്ട് പോകുമ്പോ /2 ആവില്ല. ശരിക്കും അങ്ങനെയല്ല, രണ്ട് ഭാഗത്തും പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനീക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ /2 അവിടെയും ചെയ്യാം, ഇവിടെയും ചെയ്യാം. അപ്പൊ എന്താവും, രണ്ടും കൂടെ വെട്ടിപ്പോയി x ആവും. 16/2 എന്താവും, 8 ആവും. ഇങ്ങനെ ശരിക്കുള്ള നിയമം. +3 പോകാൻ എന്ത് ചെയ്യാം, ഈ +3 അങ്ങോട്ട് കൊണ്ടുപോകല്ലേ ചെയ്യാം, രണ്ട് ഭാഗത്തും -3 ചെയ്യാം. അപ്പൊ തന്നെ പോയി കിട്ടും. പിന്നെ രണ്ട് ഭാഗത്ത് ഇവിടെ 2 ഉണ്ട്, അതുകൊണ്ട് രണ്ട് ഭാഗത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ 2 കൊണ്ട് പോയി കിട്ടും. ഇതാണ് ശരിക്കുള്ള നിയമം. ഓക്കെ, നമ്മൾ ഇനീക്വാളിറ്റിന്റെ റൂൾസ് അനുസരിച്ച് ചെയ്താൽ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് 24x < 100. ഈ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യണം. when x is a natural number, when x is an integer, when x is real number. റിയൽ നമ്പർ ആവുകയാണെങ്കിൽ, എക്സ് റിയൽ നമ്പർ ആണെങ്കിൽ ഏതൊക്കെ വിലകൾ ഉണ്ടാകും ഇനീക്വാളിറ്റിക്ക്, നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഏതാ വില ഉണ്ടാകുക, ഇന്റിജർ ആണെങ്കിൽ ഏതൊക്കെ വില ഉണ്ടാകും, ഇത് മൂന്നും ചെയ്യും. അപ്പോൾ അതാണ് ഇനീക്വാളിറ്റി 24x < 100. ഓക്കെ, ഫ്രം ഹിയർ എന്ത് കിട്ടും, ലെസ് ദാൻ അതുപോലെ ഇടാം, 100 അതുപോലെ ഇടാം, x ഇതാ ഇവിടുത്തെ * 24 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ /24, x അതുപോലെ ഇതാ ലെസ് ദാൻ ഇടാം, 100/24. ഇതിന്റെ വാല്യൂ 100ൽ എത്ര, 24 ഉണ്ട്. 100/25 ആണ് നമുക്ക് കറക്റ്റ് 4 ഉണ്ട് അല്ലെ. 100ൽ എത്ര, 24 ഉണ്ട്, 4 കുറച്ചു 4 സംതിങ് ആണ് അല്ലെ. 4.166 അങ്ങനെ പോകും, 4.166 അങ്ങനെ പോകും. ഇതാണ് ലാസ്റ്റ്. ഇനി എക്സ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഏതൊക്കെയാണ് സൊല്യൂഷൻ ഉണ്ടാവുക, സൊല്യൂഷൻ സെറ്റ്. ഇന്റിജർ ആണെങ്കിൽ സൊല്യൂഷൻ സെറ്റ് കാണാം, അതുപോലെ റിയൽ നമ്പർ ആണ്. അപ്പൊ when x is a natural number, x നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഏതൊക്കെ ഉണ്ടാവും, x ചെറുതാണ് 4.1 4.16ന്റെ താഴേക്കുള്ള എല്ലാ നാച്ചുറൽ നമ്പർ എടുക്കും. ഇതല്ലേ 0 1 2 3 4, ഇതാണ് 4.4 കുറച്ചപ്പുറത്താണ്. x ചെറുതാണ് 4.16, 4.16 താഴേക്കുള്ളതാ. ഇത് ഫുള്ള് നിങ്ങൾ ആലോചിക്കാം, ഈ ഭാഗത്ത് 4.16ന്റെ അപ്പുറത്തേക്കുള്ള എല്ലാ നാച്ചുറൽ നമ്പറും പറ്റും. അപ്പൊ ഏതാ പറ്റാം, നാച്ചുറൽ നമ്പർ ഏതൊക്കെ ഉള്ളൂ, 1 2 3 4 5 6 അങ്ങനെയല്ലേ. അത് നാച്ചുറൽ നമ്പർ ഇതിന്റെ താഴേക്കാണ് 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ടോ ഉണ്ട്, 4.16ന്റെ അപ്പുറത്തല്ലേ. അങ്ങനെ എക്സ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ സൊല്യൂഷൻ സെറ്റ് ആരൊക്കെ ഉണ്ടാകുക, 1 2 3 4 ഇതായിരിക്കും സൊല്യൂഷൻ സെറ്റ്. when x is integer, x ഇന്റിജർ ആണ് എങ്കിൽ അപ്പൊ ആരൊക്കെ ഉണ്ടാവുന്നു സൊല്യൂഷൻ സെറ്റിന്, ഇവിടെ നിന്നുള്ള ഇന്റിജേഴ്സ്. ഇന്റിജർ ഇപ്പൊ 4 3 2 1 0 1 അതൊക്കെ വരും അല്ലെ. അപ്പൊ ഇവിടെ കുറെ അങ്ങേ നിലക്കുന്ന മനസ്സുകൾ ഇൻഫിനിറ്റി ഒക്കെ നമ്മൾ എപ്പോഴും കൊടുക്കുക, അത് റിയൽ നമ്പർ ആവും. അപ്പൊ -5 -4 -3 -100 ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറെ ദൂരത്തുനിന്ന് വരാൻ പറ്റില്ല, കുറച്ച് വലുതാണ്. ഒരു -4 -3 -2 -1 0, പിന്നെ അങ്ങോട്ട് 1 2 3 4. ഇത് പിന്നെ ആദ്യം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ ഇന്റിജേഴ്സും. ഇതാണ് ഇന്റിജർ ആണെങ്കിൽ. when x is റിയൽ നമ്പർ, x റിയൽ നമ്പർ ആണെങ്കിൽ ഏതാ സൊല്യൂഷൻ സെറ്റ്, ഇതിന്റെ താഴേക്കുള്ള എല്ലാ റിയൽ നമ്പർ. റിയൽ നമ്പർ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കോമട്ട് സെറ്റിനുള്ളിൽ പറ്റില്ല, അവിടെയാണ് ഇന്റർവെൽ വരിക. നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള് എടുക്കുക, ഇങ്ങനെ ഫുള്ള് എല്ലാം തുടച്ചെടുക്കണം, വൃത്തിയായിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് ഇന്റർവെലേ പറ്റും. -∞ എന്ന് വേണം, -∞. എവിടം വരെ പറ്റും, 4ന്റെ അപ്പുറത്തോലൊക്കെ പറ്റും. 4.16 അല്ലേ നമ്മൾ പറഞ്ഞേ, അതുവരെ പറ്റും. പക്ഷെ അവിടെ ഈക്വൽ ടു ഇല്ലല്ലോ, അതുകൊണ്ട് ആ പോയിന്റ് ഇല്ല. അതുകൊണ്ട് ഇവിടെയും എന്താണ്, ഓപ്പൺ ആണ്. ഇതാണ് റിയൽ നമ്പർ ആണെങ്കിൽ സൊല്യൂഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് 5x - 3 < 7. when x is natural number, when x is integer, when x is real number.
and show the graph of the solutions in number line. Number line അതിന്റെ ഗ്രാഫ് കാണിക്കുവാൻ നമുക്ക് സോൾവ് ചെയ്യാം. 5x minus 3 less than 7 ആണെങ്കിൽ 5x എഴുതുക, ലെസ് ദാൻ ഇടുക, 7 എഴുതുക. -3 അങ്ങോട്ട് പോകുമ്പോ +3, അപ്പൊ ലെസ് ദാൻ 10 ആയി. 5x ലെസ് ദാൻ 10 ആണെങ്കിൽ ലെസ് ദാൻ 10 എഴുതുക, x ഉം എഴുതുക, ഇൻറ്റു 5 അങ്ങോട്ട് പോകുമ്പോ ബൈ 5. 10/5 2 ആണ്, ഇവിടെ x ഉണ്ട്, ലെസ് ദാൻ x ലെസ് ദാൻ 2. ഇതാണ് ലാസ്റ്റ്. ഇനി ഇവിടെ വെച്ചിട്ട് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ സൊല്യൂഷൻ സെറ്റ് x ലെസ് ദാൻ 2, രണ്ടിനേക്കാൾ താഴെ വരുന്ന x അത് നാച്ചുറൽ നമ്പർ ആവാൻ വരിക. രണ്ടിന് താഴേക്ക് വരുന്നത് 1 മാത്രമല്ല നാച്ചുറൽ നമ്പർ ഉള്ളൂ, 2 ഉണ്ടോ? ഇവിടെ ഈക്വൽ ടു ഉണ്ടെങ്കിൽ 1,2 വരും. അപ്പൊ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ സൊല്യൂഷൻ സെറ്റ് ഇത് മാത്രം. ഇന്റിജർ ആണെങ്കിലോ രണ്ടിനേക്കാൾ താഴെ, അപ്പൊ റിയൽ ലൈൻ കൊടുത്താൽ മതി. ഈ റിയൽ ലൈൻ ഇത് 0 1 1 2 3 4 അങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങോട്ട് -1 -2 -3 ഉണ്ട്. രണ്ടിനേക്കാൾ താഴെ, രണ്ടിന് താഴത്തെ കാര്യം വെച്ചാൽ മതി. ഇതിന് രണ്ടില്ല, രണ്ടിന് തൊട്ടപ്പുറത്ത് ഫുള്ള് നോക്കുക. അതിൽ നാച്ചുറൽ നമ്പർ പറയുമ്പോ 1 മാത്രം. ഇന്റിജർ ആകുമ്പോഴോ ഇതും 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 ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇന്റിജർ ആണെങ്കിൽ കുറെ അങ്ങനെ പോലും നമ്മൾ മൈനസ് x എടുത്തും -3 -2 -1 0 1 2 കൊടുക്കാൻ പറ്റില്ല, 2നേക്കാൾ താഴെ. ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇവിടെ 2 കൂടെ കൊടുക്കരുത്. ഇതാണ് ഇന്റിജർ ആകുമ്പോ വരും. ഓക്കെ. ഇനി റിയൽ നമ്പർ ആണെങ്കിലോ, റിയൽ നമ്പർ ആണെങ്കിൽ 2ന്റെ ഇത് 2 ആണ്, 2ന്റെ കുറച്ച് ഇപ്പുറത്താണ്ടോ. 2 എന്ന പോയിന്റ് ഇല്ല, 2 എന്ന പോയിന്റ് അല്ലാത്തൊക്കെ ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ. അപ്പൊ റിയൽ നമ്പർ ആണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഫുള്ള് വരും, -∞ പോരും, 2ന്റെ അവിടം വരെ വരും. 2 ഇല്ല, ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് ഇവിടെ ഓപ്പൺ, ഇവിടെ ഓൾറെഡി ഓപ്പൺ. ഇതാണ് റിയൽ നമ്പർ ആകുമ്പോൾ. ഇനി ഇതിന്റെ ഗ്രാഫ്, സൊല്യൂഷന്റെ ഗ്രാഫ് നമ്പർ ലൈനിൽ കാണിക്കാൻ പറ്റും. 2ന്റെ അപ്പുറത്തുള്ള എല്ലാ നമ്പറും പറ്റും, അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള് ഇത് ഫുള്ള് ഇവിടെ ചെറിയ ഒരു ഹോള്, 2 എന്ന പോയിന്റ് അവിടെ ഉള്ള, അതുകൊണ്ട് അവിടെ ചെറിയൊരു ഹോൾ ഇടാം. എന്നിട്ട് ഇത് ഫുള്ള് ഷെയ്ഡ്, ഫുള്ള് ഷെയ്ഡ് എന്ന അവിടുത്തെ എല്ലാ വാല്യൂസും, ഈ വാല്യൂസ് മുഴുവനും പറ്റും കേട്ടോ. അല്ലേ? അപ്പൊ ഇതാണ് സൊല്യൂഷന്റെ ഗ്രാഫ് നമ്പർ ലൈൻ കാണിക്കാൻ പറഞ്ഞു. ഓക്കെ. ഇവിടെ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇത് റൗണ്ടാണ് ഒഴിവാക്കി ഫുള്ള് വൃത്തിയായിട്ട് എഴുതാം. അതൊക്കെ നമ്മള് എന്താ ഫസ്റ്റ് ഹാപ്പിൽ പഠിച്ചിട്ടില്ല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് 4x plus 3 less than or equal to 5x plus 7. നോക്കാം. ഇവിടെ 4x, അവിടെ 5x ആണ്. ഈ ഇനീക്വാളിറ്റിയിലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു ഭാഗത്ത് വരണം ആര് 4x ഉം 5x. 3 ഉം 7 ഉം അതിൽ x ഇല്ല, നമ്പേഴ്സ് മാത്രമാണ്, അത് വേറെ സൈഡിലേക്ക് വരണം. അപ്പൊ 4x ഉം 5x ഈ ഇനീക്വാളിറ്റി അതുപോലെ. ഇതിലിപ്പോ 5x ആണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 5x അവിടെ എഴുതാം. ഈ 4x അങ്ങോട്ട് പോകുമ്പോൾ -4x ആവും അല്ലെ. ഇനിയിപ്പോ 3 ഉം 7 ഉം, 3 ഓൾറെഡി ഈ ഭാഗത്താണ്, അതെ. ആ 7 ഇങ്ങോട്ട് വന്നാലല്ലേ നമുക്ക് ഒരു ഭാഗത്ത് നമ്പേഴ്സും മറ്റു ഭാഗത്ത് x ഒക്കെ ആവും. ഇപ്പൊ രണ്ടും x രണ്ടും ആ ഭാഗത്തായി, നമ്പർ 2 ഈ ഭാഗത്തായി, അല്ലെ x 2 കൊടുക്കരുത്. അപ്പൊ 4x - 5x. അപ്പൊ അവിടെയാണെങ്കിൽ 7 - 3 വരും. നടപ്പാക്കാം. നമ്മൾ ഇങ്ങനെ 3 - 7 പറഞ്ഞാൽ 4 അല്ല, -4 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x നിന്ന് 4x പോയാൽ 1x അല്ലെ. -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. 4ന്റെ -4ന്റെ അവിടേക്കാണ് ഈ കൂർപ്പ് വന്നിട്ടുള്ളത്, എക്സിന്റെ ഭാഗത്തേക്ക് വായ പൊളിച്ചു. ഇതിന് നമുക്ക് ആദ്യം ഇങ്ങനെ എഴുതാം, x എഴുതിയിട്ട് -4 എഴുതാം, അതാവും കുറച്ചുകൂടെ നന്നാവും. x എഴുതാ -4 എഴുതാം. ഇനി ശ്രദ്ധിക്കുക, ഈ കൂർപ്പ് കൊടുക്കാം, -4 അടുക്കും കൂർപ്പ് രണ്ടും തന്നെ. 8 വലുതാണ് 5നേക്കാൾ എന്ന് പറഞ്ഞാല് 5 ആദ്യം എഴുതി 8 ഇത് കുഴപ്പമില്ല, ഈ കൂർപ്പ് 5 എടുക്കാൻ മതി. രണ്ടോ തന്നെ 8 5നേക്കാൾ വലുതാണ് പറഞ്ഞാൽ 5 8നേക്കാൾ ചെറുതാണ്. ഈ -4 x ഉം ആദ്യം x എഴുതി -4 എഴുതി കുഴപ്പമില്ല. -4ന്റെ അടുക്കാണ് ഈ മുനമ്പ് വരുന്നത്, ആ കൂർപ്പ് അല്ലെ. അപ്പൊ -4 എടുക്കുന്നു. ഇത് രണ്ടും ഒരേ മീനിങ്. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -4. x ന്റെ വില
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -4. -4ഉം അതിന്റെ മേലക്കുമാണ് എന്നാണ്. -4ഉം അതിന്റെ മേലക്കും. അപ്പൊ ആലോചിച്ചാൽ മതി. ഇത് 0. ഇതാണ് -4. -4ഉം അതിന്റെ മേലക്കും. ഇതും അതിന്റെ മേലക്കാണ് അങ്ങോട്ട് കേട്ടോ. -4 ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വരുന്നത് ഫുള്ള്. അതിന്റെ നാച്ചുറൽ നമ്പർ ആണ് ഏതൊക്കെ വരിക? ഇവിടുന്ന് അങ്ങോട്ട് ഏതൊക്കെ നാച്ചുറൽ നമ്പർ വരാം? ഫുള്ള് വരും അല്ലേ? അപ്പോ എക്സ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ സൊല്യൂഷൻ സെറ്റ് പറഞ്ഞാൽ ഫുൾ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ആണ്. അതായത് 1 2 3 4 എക്സെട്ര ആണ് എന്നർത്ഥം. എക്സ് ഇന്റിജർ ആണെങ്കിലോ ഈക്വൽ ടു ഉണ്ട്. അപ്പൊ -4 മുതൽ വരും. ആരൊക്കെ വരിക? -4, -3, -2, -1, 0, 1 2 3 അങ്ങനെ പോവാം. ഇവിടെ അങ്ങോട്ട് വരില്ല. ഇത് ഇവിടുന്ന് തുടങ്ങും അല്ലെ? -4ഉം അതിന്റെ മേലേക്കാണ്. റിയൽ നമ്പർ ആണെങ്കിലോ -4 മുതൽ അങ്ങേ തല വരെ. -4 ഉണ്ട്. അപ്പൊ -4 ഉണ്ട്. അങ്ങേ തല പ്ലസ് ഇൻഫിനിറ്റി ആണ്. ഇവിടെ ക്ലോസ്ഡ് എപ്പോഴും വരില്ല, ഓപ്പൺ ആണ്. ഇവിടെ ക്ലോസ്ഡ് ആണ്. -4 മുതൽ. പിന്നെ ഇതിന്റെ സൊല്യൂഷൻ ഈ ഗ്രാഫ് നമ്പർ ലൈൻ കാണിക്കാൻ എന്ത് ചെയ്യാം? -4 മുതൽ ഫുൾ അങ്ങനെ ചെയ്തല്ലേ? -4 ഇവിടെ മുതൽ ഫുള്ള് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. കണ്ടോ? -4 ഇല്ലെങ്കിൽ ഒരു 0 കൊടുക്കണം. -4 ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് അതിന്റെ സൊല്യൂഷന്റെ ഗ്രാഫ് നമ്പർ ലൈൻ കാണിക്കാം. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് 3 into x minus 2 by 5 less than or equal to 5 into 2 minus x by 3. സോൾവ് ചെയ്യാം. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 into x minus 2 എഴുതി 5 into 2 minus x 2. ഇവിടുത്തെ by 5 അങ്ങോട്ട് പോവാം. അപ്പൊ അങ്ങോട്ട് വരും 5 into 5 അല്ലെ? ഇവിടുത്തെ by 3 ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ കൊണ്ടുപോകും. അപ്പൊ 3 into ഈ മുകളിലത്തെ രണ്ട് അതുപോലെ എഴുതി. ഈ 3 എങ്ങോട്ട് കൊടുന്നു, ഈ 5 അങ്ങോട്ട് കൊണ്ടുപോയി. 3 into 3 9 ആണ്. ഇത് x minus 2 ലെസ് ദാൻ ഓർ ഈക്വൽ. ഇത് 25 ആണ്. അത് 2 minus x. ഇത് ഗുണിച്ചാൽ 9x minus 18 വരും അല്ലെ? 9x minus 18 ലെസ് ദാൻ ഓർ ഈക്വൽ. ഇങ്ങോട്ട് ഗുണിച്ചാലോ 25 ഗുണിച്ചാൽ 50. ഇത് ഗുണിച്ചാൽ -25x. 50 minus 25x. ഓക്കെ, ഇതിലും x ഉണ്ട്, അതിലും x ഉണ്ട്. അത് രണ്ടും ഒരു സൈഡിൽ. ഇത് -18 ഇത് 50. ഇതിൽ x ഇല്ല. ഇത് രണ്ടും വേറെ സൈഡിലാണ്. അപ്പോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9x പോസിറ്റീവ് ആണ്, 25x നെഗറ്റീവ് ആണ്. അപ്പൊ ആ നെഗറ്റീവിനെ ഇങ്ങോട്ട് കൊടുത്താലോ അത് ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ്. അപ്പോ 9x അതുപോലെ ഇത് -25x ഇങ്ങോട്ട് വരുമ്പോ +25x. പിന്നെ ഇത് രണ്ടോളം. ഇത് ഓൾറെഡി ആ ഭാഗത്താണ്, അപ്പൊ ഒരു കുഴപ്പമില്ല. -18 അങ്ങോട്ട് പോകുമ്പോ +8. 9x 25ഉം x കൂട്ടിയാല് 9 25 34x ലെസ് ദാൻ ഓർ ഈക്വൽ. ഇത് 68. 34x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 68 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഈ 34 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തരും x ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അവിടെ 68 ഉണ്ട്, 34 ചോദിക്കും അല്ലേ? 68 34 എത്ര? അതിന്റെ ഇരട്ടിയാണ് 2 അല്ലേ? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പറയുമ്പോ രണ്ടും അതിന് താഴെ. അപ്പൊ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ പറ്റുക രണ്ടും അതിന്റെ താഴത്ത് 1 ഉം 2 പറ്റുള്ളൂ. ഇന്റിജർ ആണെങ്കിലോ -3 -2 -1 0 1 2 വരെ പറ്റും. റിയൽ നമ്പർ ആണെങ്കിലോ -ഇൻഫിനിറ്റി മുതൽ 2 വരെ, 2ന്റെ അവിടെ ക്ലോസ്. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഓഫ് ഇനീക്വാളിറ്റീസ് ഇൻ 2 വേരിയബിൾ. 2 വേരിയബിൾ ഉള്ള ഇനീക്വാളിറ്റിയുടെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. ഗ്രാഫിക്കൽ ആയിട്ട് നമ്മളത് സോൾവ് ചെയ്യണം. നമ്മൾ കുറച്ച് സോൾവ് ചെയ്തു, നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരണം. ഇനി ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻസ് ഏത് ഭാഗത്താണ് വരിക എന്നുള്ള ഗ്രാഫിലൂടെ കാണിക്കും. സോൾവ് x plus y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഗ്രാഫിക്കലി ഇത് ഗ്രാഫ് ഉപയോഗിച്ച് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാം. ഇതിന്റെ ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ സൊല്യൂഷൻ ഏത് ഭാഗത്താണ് വരിക എന്നുള്ളത് കറക്റ്റ് കാണിച്ചു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ലെസ് ദാൻ വരാം, ചിലപ്പോ ഗ്രേറ്റർ ദാൻ വരാം, ചിലപ്പോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ഓർ ഈക്വൽ. ഏത് വന്നാലും ഇതിന് ഈക്വൽ ടു ഇക്വേഷൻ ആക്കിയിട്ട് ഫസ്റ്റ് ഇതിന്റെ ഇക്വേഷൻ ഫോം എടുക്കാം. x plus y equal to 5 അല്ലേ? ചിലപ്പോ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ലെസ് ഓർ ഈക്വൽ ഏത് വന്നാലും ഇനീക്വാളിറ്റി ഇക്വേഷൻ ആയിരിക്കും.
ഇനി ഇവിടുന്ന് ഇതിന്റെ ഗ്രാഫിന് വേണ്ട രണ്ട് പോയിന്റുകൾ കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5 എന്നുള്ള വാരിയബിൾ രണ്ടാണ്, 2 വാരിയബിൾ ആണ്, ലീനിയർ വരുന്ന 2 വാരിയബിൾ ആണ്. ഇതില് എക്സിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് വൈന്റെ വാല്യൂ ഇങ്ങനെ മാറി. ഇത് ഒരു ലീനിയർ ഇക്വേഷൻ, അതുകൊണ്ട് ഇതിന്റെ ഗ്രാഫ് ഒരു ലൈനാണ്. അപ്പൊ ആ ലൈന് കണ്ടുപിടിക്കും. എന്നിട്ട് നമുക്ക് ഇനീക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറയാം. ഇത് എങ്ങനെയാണ്, ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരപ്പ് വെച്ചാല് ഇതിന്റെ രണ്ട് പോയിന്റ് കണ്ടുപിടിക്കാം. എളുപ്പമാണ്. when x is equal to x ന് 0, x 0 ആകുമ്പോ എന്തായി മാറും? അവിടെ 0 എടുത്ത് വെച്ചാ അപ്പൊ 0 പ്ലസ് y ഈക്വൽ ടു 5. എന്താ 0 പ്ലസ് y ആണ്? y ഈക്വൽ ടു 5 കിട്ടൂല്ലേ? സോ x കോർഡിനേറ്റ് എടാ ഇത് 0 ആയപ്പോ ഇത് എത്രയായി? 5 കിട്ടിയില്ലേ? therefore 0, 5 is a point on this line. ഇതൊരു വരിയാണ്. ആ വരിയിൽ ഒരു പോയിന്റ് ആരാണ്? 0,5. ഇനി വേറെ പോയിന്റ് കൂടി കിട്ടിയത്, രണ്ട് പോയിന്റ് കിട്ടിയാൽ ഒരു പോയിന്റ് കൂടെ കുറെ വരാം. ഇതിപ്പോ ഒരു പോയിന്റ് ആണ്, ഈ കൂടെ നമുക്ക് ഇങ്ങനെയൊക്കെ വരാം. പക്ഷെ ഈ പോയിന്റും ഈ പോയിന്റും ഇത് രണ്ടിലും തടുത്ത എത്ര വരെ വരയ്ക്കാൻ പറ്റുള്ളൂ? ഒന്നല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഒരു പോയിന്റ് കൂടെ ഒരുപാട് വരെ വരയ്ക്കാം. പക്ഷെ രണ്ട് പോയിന്റിലൂടെ കൂടി കടന്നു പോകുന്ന ഒറ്റ വരെ പറ്റുള്ളൂ. അപ്പോ ഇതിലെ ഒരു പോയിന്റ് കിട്ടി. ഇതിലെ വേറെ പോയിന്റ് കൂടി കിട്ടിയാൽ ആ വര, ആ ലൈൻ ഏതാണെന്ന് നമുക്ക് പറയാലോ. അപ്പൊ എക്സിന് 0 കൊടുത്ത് y കണ്ടുപിടിച്ചു. ഇനി പെട്ടെന്നില്ല, വൈക്ക് 0 കൊടുത്ത് എക്സ് കാണാം. ഏതും കൊടുക്കട്ടോ, 0 തന്നെ കൊടുക്കുന്നില്ല, 1 കൊടുക്കാം. എക്സിന് 1 കൊടുത്ത y 4 ആ കിട്ടുക. അപ്പൊ 1 4 കൊടുക്കും. എക്സിന് 3 കൊടുത്ത y 2 ആ കിട്ടുക. എക്സും വൈയും കൂട്ടിയാൽ 5 എന്നല്ലേ? ഇതും കൂട്ടിയാൽ 5. അപ്പൊ ഇത് 0 ആകുമ്പോ അത് 5. അത് 0 ആണെങ്കിൽ ഇത് 5 വരാം. ഇത് 2 ആണെങ്കിൽ അവിടെ 3 വരും. അവിടെ 7 ആണെങ്കിൽ ഇത് -2 വരണം. അപ്പൊ കൂട്ടിയ 5 കിട്ടുന്ന ടീമാണ്. എക്സും വൈയും കൂട്ടിയാൽ 5. ഈ പേരും ഇപ്പൊ രണ്ടും അപ്പുറം കൂട്ടിയാൽ 5 കിട്ടും. അതാണ് പോയിന്റ്. അപ്പോ when y equal to y എന്താകുക? 0 ആകുമ്പോ yക്ക് 0 എന്താ സംഭവിക്കുക? എന്താ അവിടെ 0 ഒക്കെ വെച്ചാൽ അപ്പൊ x അതുപോലെ ഇതാ x plus 0 equal to 5. x plus 0 ആണ് x 5 ആണ് വരിക. y 0 കാരണം ഇവിടെ എന്താണ് y 0 ആകുമ്പോൾ x എന്താവും? 5 ആകും. അപ്പൊ 5 0യും 0 5ഉം ഈ വരയിലെ രണ്ട് പോയിന്റ് ആണ്. എങ്കിൽ ആ വര വരക്കാൻ വളരെ എളുപ്പമാണ്. 0 തന്നെ കൊടുക്കാന്നില്ല, ഏതും കൊടുക്കാം. 0 കൊടുക്കുന്നാവുന്നോ? 0 കൊടുത്താൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട, അത് ഫുള്ള് 0 ആയിട്ട് മാറും. പിന്നെ എത്രയേ വരും? ഇവിടെ 1 കൊടുത്ത ശ്രദ്ധിക്കാം. എക്സിന് 1 കൊടുത്താൽ 1 പ്ലസ് y ഈക്വൽ ടു 5 വരും. പിന്നെ ആ 1 അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കുറക്കണം. അപ്പൊ 4 ആവും. അപ്പൊ 1 കൊടുക്കുമ്പോ 4 വരും. 3 കൊടുത്തോക്കാം. അപ്പൊ x പ്ലസ് 3 ഈക്വൽ ടു 5. 3 അങ്ങോട്ട് പോകുമ്പോ x ഈക്വൽ ടു 5 മൈനസ് 3 2 കിട്ടും. ഇത്ര ഓർത്താൽ മതി. ഇത് രണ്ടും എക്സും വൈയും കൂട്ടിയ 5, ഇത് രണ്ടും കൂട്ടിയ 5, ഇത് രണ്ടും കൂട്ടിയ 5. അപ്പൊ ഇവിടെ 3 ആണെങ്കിൽ അത് 2 ആയിരിക്കണം. ഇനി അതാണ് 3 എങ്കിൽ ഇത് 2 ആണ്. ഇത് 4 ആണെങ്കിൽ അത് 1 ആകും. ഇത് 7 ആണെങ്കിൽ -2 ആകും. ഒക്കെ ആ വരിയുടെ പോയിന്റ്. അപ്പൊ രണ്ട് പോയിന്റ് കിട്ടി, 0 5ഉം 5 0. അപ്പൊ ഇതിന്റെ വര, ഈ ഗ്രാഫ് വരക്കാനുള്ള പോയിന്റ് ആയി. ഇനി നോക്കേണ്ടത് ഇത് ഇക്വേഷൻ അല്ല, ഇനീക്വാളിറ്റി ആണ്. രണ്ട് പോയിന്റുകൾ ഇതാട്ടോ, ഒന്നതാണ് വേറെ ഒന്നതാണ്. അതിന്റെ ഗ്രാഫ് ഒരു വരയായിട്ട് നമുക്ക് ഇനീക്വാളിറ്റി ആണ്. അതുകൊണ്ട് ഇത് ലെസ് ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ അല്ലെങ്കിൽ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ആണ്. ഇനി ഇനീക്വാളിറ്റി അത് അതുപോലെ തന്നെ കിട്ടും. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത് നമ്മൾ ചെയ്യുന്നത് ഗ്രാഫ് വരക്കണമെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ വേണം. എക്സ് ആക്സും വേണം, വൈ ആക്സും വേണം. ഇത് എക്സ് ആക്സ്, ഇത് വൈ ആക്സ്. ഇത് അതിന്റെ ഒറിജിനൽ വരുന്നത് 0 0 അല്ലെ? ഇവിടെ വരുന്ന പോയിന്റ് ഒക്കെ പോസിറ്റീവ് പോസിറ്റീവ്, ഇത് മൈനസ് മൈനസ്, ഇത് മൈനസ് പ്ലസ്, ഇത് പ്ലസ് മൈനസ് ആയി. ഓക്കെ. ഇനി 0 5 5 0 എന്ന വരെ എങ്ങനെ വരാം? ഒരൊറ്റ വരയിൽ. എന്നിട്ട് ആ വരയുടെ ഏത് ഭാഗത്തേക്കാന്നൊക്കെ പറയണമെങ്കിൽ ഈ പോക്കറ്റ് നോക്കും. ഇനീക്വാളിറ്റി ആണ്. ഇക്വേഷൻ ആണെങ്കിൽ ഒറ്റ വരിയിൽ അവസാനിച്ച്. ഇത് മാത്രമുള്ളെങ്കിൽ ഗ്രാഫ് എക്സ് ആക്സും വൈ ആക്സും വരക്കാം, ഒരു വര എടുക്കുക, അതോടുകൂടി ഗ്രാഫ് കഴിയും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഒരു സെക്ഷൻ ഫുള്ള് വരുന്നത്. അത് നമുക്ക് ഇവിടെ നോക്കാം. എക്സും വൈയും ഒരേ സമയം 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുക, വൈക്കും 0 കൊടുക്കുക. വൈ അപ്പൊ 0 പ്ലസ് 0 0 പ്ലസ് 0, അതായത് അറ്റ പോയിന്റ് 0 0. ഈ പോയിന്റ് ഇല്ലേ, ഇത് 0,0 അല്ലേ? ഇത് നമ്മളെ ഈ വര 5 0 0 5 എന്നുള്ള വര ഇതിൽ കൂടെ ഇല്ല. ആ വരയുടെ അങ്ങോട്ടുള്ളവരാണോ ഇങ്ങോട്ടുള്ളവരാണോ നമ്മളെ സൊല്യൂഷൻസ് ഒരുപാട് പോയിന്റുകൾ ഉണ്ടാവും.
ആ വരിയുടെ അങ്ങോട്ട് ഫുള്ള് ഷെയ്ഡ് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഫുള്ള് ഷെയ്ഡ് വരും. ഇക്വേഷൻ ആണെങ്കിൽ അവിടെ തീർന്നു. ഇനീക്വാളിറ്റി അതിൽ ഒരുപാട് വാല്യൂസ് ഉണ്ടാവും അതിന്റെ സൊല്യൂഷൻ. അപ്പൊ ഇനി അങ്ങോട്ടും അങ്ങോട്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണ് എക്സിനും വൈക്കും ഒപ്പം 0 കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സും 0 y 0 പോയിന്റ് 0 0 0 0 എന്നുള്ള ഈ പോയിന്റിന്റെ അവസ്ഥ പറയാം. ഇവിടെ 0 കൊടുക്കുന്ന സമയത്ത് 0 + 0 ≤ 5. ഇത് അതുപോലെ എഴുതാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എഴുതാ 0 + 0 എന്താ 0 + 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് ലെസ് ദാൻ ഓർ ഈക്വൽ. ഇപ്പൊ എന്താ സ്റ്റെപ്പ് കിട്ടി? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കിട്ടി അല്ലെ? അത് ശരിയാണോ തെറ്റാണോ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 0 5നേക്കാൾ ചെറുതോ തുല്യമാണോ? ആണല്ലോ, ചെറുതല്ലേ. അപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ഒന്നുകിൽ ചെറുത് അല്ലെങ്കിൽ തുല്യമാണ്. ഓക്കെ, സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഇതെന്താണ്? ട്രൂ ആണ്. അതുകൊണ്ട് നമ്മളെ 5005 ഇങ്ങനെയാണ് വരിക. ഈ വരിയുടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതിനാണ് നമ്മൾ ചെയ്തത്. ട്രൂ ആണ് എങ്കിൽ ഈ പോയിന്റ് അതിന്റെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ വരിയുടെ ഇങ്ങോട്ടാണ് ഫുള്ള് ഷെയ്ഡ് വരിക. ഓക്കെ, നമ്മൾ ഗ്രാഫ് വരക്കാം. ഓക്കെ, നമ്മൾ പോയിന്റുകൾ പറഞ്ഞു. 0 5 5 0. x + y = 5 എന്ന ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ട് പോയിന്റ്. 0 5 എന്ന പോയിന്റ് ഇവിടെ വരും. ഇതാണ് 0 5 എന്ന പോയിന്റ്. ഓക്കെ, ഇത് 5 0 എന്ന പോയിന്റ് എന്താ വരിക? അതാണ് 5 0. ഈ പോയിന്റും ഈ പോയിന്റും യോജിപ്പിച്ചാൽ ഒറ്റ ലൈനേ കിട്ടുള്ളൂ. അതാണ് x + y = 5. അപ്പൊ അത് അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് യോജിപ്പിക്കുക. ഓക്കെ, ഇതാണ് x + y = 5 എന്ന ലൈൻ. x + y = 5. ഓക്കെ, ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതിൽ 0 0 എന്ന പോയിന്റ് ഉണ്ടോ അല്ലേ നമ്മൾ നോക്കിയപ്പോ അത് 0 0 ട്രൂ ആണ് കിട്ടി. 0 0 ആ ലൈനിലുണ്ട്, ആ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ഈ വരിയുടെ അങ്ങോട്ട് ഷെയ്ഡ് ചെയ്താൽ ഇത് കിട്ടൂല. 0 0 ഇതിലുണ്ട്, ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ടാണ് ഷെയ്ഡ്. അതായത് ഈ വര അവിടെ അവസാനിക്കുന്നില്ല, ഇതങ്ങനെ പോവാണ്. അങ്ങനെ ഇങ്ങനെ പോകണം. ഈ വരിയുടെ 0 0 ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചേർന്നു. അപ്പൊ ഈ വരിയുടെ ഇങ്ങോട്ട് വരുന്ന എല്ലാ പോയിന്റുകളും ഇത് മുഴുവന് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന എല്ലാ പോയിന്റുകളും എന്തുണ്ടാകും? ഇതിന്റെ സൊല്യൂഷൻ സെറ്റിലുണ്ടാവും. ഈ ഭാഗത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് മുഴുവൻ ഷെയ്ഡ് ചെയ്യുക. ഈ വര അവസാനിക്കുന്നില്ല, അങ്ങനെ പോയിണ്ട്. അതിനെ പരമാവധി ഫുള്ള് കണ്ടെടുക്കുക. ഇതിൽ ഏത് വാല്യൂ കൊടുത്താലും നമ്മളെ ഇക്വേഷൻ ഈക്വാലിറ്റി x + y ≤ 5. എക്സും വൈയും കൂട്ടിയാൽ എപ്പോഴും 5 അതിന്റെ താഴത്തോ കിട്ടുന്നെങ്കിൽ ഈ വരയുടെ ഈ താഴത്തുള്ള എല്ലാ വാല്യൂസ് ഏതും കിട്ടും. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അനേകമാണ്, ഇഷ്ടംമാതിരി. ഇനീക്വാളിറ്റി ആകുമ്പോൾ ഒരുപാട് വരും. ഓക്കെ, അതാണ് അതിന്റെ ഗ്രാഫ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. സോൾവ് 3x + 2y > 6. ഗ്രാഫിക്കൽ. ഇതിന്റെ സൊല്യൂഷൻ കാണാം. ഇതിനെ സോൾവ് ചെയ്യാ ഗ്രാഫിക്കലി. ഗ്രാഫ് വരച്ച് സോൾവ് തുടങ്ങാം നമുക്ക് അല്ലെ. നമ്മളെന്താ ഫസ്റ്റ് ചെയ്യാ? ഇത് ഇവിടെ ഈക്വൽ ടു ആക്കി എഴുതാം. 3x + 2y = 6. ഇനി എക്സിന് ഒരു വാല്യൂ എടുത്ത് y കാണോ, വൈക്ക് ഒരു വാല്യൂ എടുത്ത് x ആണ്. ഇത് ലൈനാണ്, ഇപ്പൊ ഒരു വരയാണ്. ആ വര കണ്ടുപിടിച്ച് അങ്ങോട്ടോ ഷെയ്ഡ് അത്രേ ഉള്ളൂ. ഈ വര കണ്ടുപിടിക്കണമെങ്കിൽ ഈ വര രണ്ട് പോയിന്റ് കിട്ടി വെച്ചാൽ മതി. അതിനെന്ത് ചെയ്യാ? എക്സിന് 0 കൊടുക്കുക, y കാണും. വൈക്ക് 0 x ആണ്. പെട്ടെന്ന് കൊടുക്കും. when x is equal to when x 0 ആകുമ്പോ x 0 ആക്കി വായിച്ചവിടെ. അപ്പൊ 3 × 0 + 2y അതുപോലെ ഇതാ 6 അതുപോലെ. 3 × 0 എന്ന 0 ആണ്, അത് എഴുതേണ്ട ആവശ്യമില്ല. 2y = 6. therefore y = 6 - 2 അല്ല 6/2. എത്ര വരിക? 3 ആണ്.
അപ്പൊ എക്സ് 0 ആയപ്പോൾ y എന്ത് കിട്ടി? 3 കിട്ടി. Therefore 0 to 0 3 is a point on this side. ഈ വലിയ ഒരു പോയിന്റ് ആരാണ്? 0 3 ആണ്. ഇനി y ക്ക് 0 കിട്ടും. When y equal to 0, y 0 ആകുമ്പോൾ y ക്ക് 0 കിട്ടും. അപ്പൊ 3x is equal to 6 കിട്ടും അല്ലേ? 0 ആകുമ്പോൾ 3x 6 അല്ലേ? Therefore x equal to 6/3 2. അപ്പൊ y ക്കാണ് 0 കൊടുത്തത്, അപ്പൊ x ആണ് 2 കിട്ടിയത്. മാറണ്ട, 0 2 അല്ല 2 0. 2 0 is also a point on this line. ഈ വരെ മറ്റേ 2 പോയിന്റ് കിട്ടിയാൽ പിന്നെ ആ വരെ വരെ എളുപ്പം. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം, ആ വര കിട്ടും, അതിന് അങ്ങോട്ടാ ഇങ്ങോട്ടാ ഷെയ്ഡ് അറിയണമെങ്കിൽ 0 0 എന്നുള്ള ഒറിജിൻ ട്രൂ ആവോ ഫാൾസ് ആവോ നോക്കണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 2 പോയിന്റ് കിട്ടില്ലേ? ഇനി ഇനീക്വാളിറ്റി ആണ് ഇല്ല. ഏതാ ഇനീക്വാളിറ്റി? 3x plus 2y ഈക്വൽ ടു അല്ല, ഇനീക്വാളിറ്റി ആക്കിയിട്ട് തന്നെ കറക്റ്റ് അതുപോലെ. ഇനി അറ്റ് ദ പോയിന്റ് 0 0 0 0 എന്നുള്ള ഒറിജിനില്ലേ? x ആക്സും y ആക്സും കൂട്ടിപ്പണ പുള്ളില്ലേ? അത് ആ പോയിന്റ് ഇതിൽ ഉണ്ടോ ഇല്ലെന്ന് അറിയെങ്കിൽ, ആ സൊല്യൂഷന്റെ റീജിയനിൽ വരുന്നുണ്ടോ അറിയെങ്കിൽ ഒരേ സമയം എക്സിനും വൈക്കും 0 കൊടുക്കുക. എന്നിട്ട് ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ ഫാൾസ് ആണോ നോക്കിയാൽ. സോ അറ്റ് ദ പോയിന്റ് 0 0 0 0 എന്നുള്ള പോയിന്റിൽ നിങ്ങൾ എക്സിനും വൈക്കും ഒരേ സമയം 0 കൊടുക്കും. അപ്പൊ 3 into 0 വരും, പ്ലസ് y കൊടുക്കുമ്പോ 2 into 0. പിന്നെ ഇനീക്വാളിറ്റി എങ്ങനെ? ഇത് 0 plus 0 0 ആണ്, ഗ്രേറ്റർ ദാൻ 6. ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാണ് എങ്കിൽ 0 0 ആ ഗ്രാഫിന്റെ അതിന്റെ സൊല്യൂഷന്റെ ആ റീജിയനിലുണ്ട്. അല്ലെങ്കിൽ ഇല്ല, അങ്ങോട്ടാ ശരി. 0 വലുതാണ് 6നേക്കാൾ, 0 എന്നുള്ളത് 6നേക്കാൾ വലുതാണ്, അല്ല, വിച്ച് ഈസ് ഫാൾസ്. ഇതെന്താ? ട്രൂ അല്ല, തെറ്റല്ലേ? അതുകൊണ്ട് 0 0 ഈസ് നോട്ട് എ പോയിന്റ് ഓൺ ദ സൊല്യൂഷൻ റീജിയൻ. ഓക്കെ, ആ 0 0 വരുന്ന ഭാഗത്തേക്കല്ല മറ്റോടത്തേക്കാണ് ഷെയ്ഡ് വരിക. ഓക്കെ, അപ്പൊ പോയിന്റ് കൊടുക്കാം. 2 0 ഉണ്ട്, 2 0 ഉണ്ട്, അതുപോലെ 0 3 ഉണ്ട് കേട്ടോ. എന്നിട്ട് 0 0 ഭാഗത്തേക്കല്ല ഷെയ്ഡ് ചെയ്യുക. ഗ്രാഫ് വരക്കാം. ഓക്കെ, ഗ്രാഫ് വരക്കാം. ഇത് 0 0 അല്ലേ? ഇത് 1 വരും, ഇത് 2 വരും, ഇത് 3 വരും, 4 വരും. 4 3 2. നമുക്ക് ഏതായാലും 0 2 3 ഒക്കെ അല്ലേ? 0 2 2 0 0 3 ഒക്കെ അല്ലേ പോയിന്റ് വരുന്നുള്ളൂ. അപ്പൊ 3 അപ്പുറത്തേക്ക് അല്ല 1 ഇല്ല. -1 -2 -3 -4 1 2 3 4 -1 -2 -3 -4. നമ്മൾ പോയിന്റ് 0 2, ഇതാണ് 0 2 എന്ന പോയിന്റ്. 0 2. അടുത്ത 3 0 3 0 എന്ന പോയിന്റ് ആണ്, അത് 3 0. ഇത് രണ്ടും പരസ്പരം യോജിപ്പിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളത് ഇനീക്വാളിറ്റി സ്ട്രിക്റ്റ് ആണ്. 3x plus 2y greater than 6 അല്ലെ? ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ഈക്വൽ ടു ലെസ് ദാൻ ഈക്വൽ ടു, അങ്ങനെയല്ല. ഈക്വൽ ടു ഇല്ലല്ലോ, ഈക്വൽ ടു ഇല്ല, സ്ട്രിക്റ്റ് ആണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റിലേക്ക് ഡോട്ട് ഇട്ട് വരക്കാനേ പറ്റുള്ളൂ. ഈക്വൽ ടു ഉണ്ടെങ്കിൽ ശരിക്ക് 3 0 0 2 ഒക്കെ നമ്മൾ പോയിന്റ് കണ്ടുപിടിച്ചെന്താ? ഈക്വൽ ടു ആക്കിയാണ്. 3x plus 2y equal to 6 അല്ലെ? അങ്ങനെയാകുമ്പോ 0 2 3 0 ഈ ലൈനിലെ പോയിന്റ് ആവും. ഇത് ഗ്രേറ്റർ ദാൻ അതുപോലെ ലെസ് ദാൻ ആണെങ്കിൽ, സ്ട്രിക്റ്റ് ആണ് എങ്കിൽ അതില് ഈ 2 പോയിന്റും അതിലുണ്ടാവില്ല. ഈക്വൽ ടു ഇവിടെ ഉണ്ടെങ്കിൽ ഈ 2 പോയിന്റും ആ വരയിൽ ഉണ്ടാവും, ആ വരയിലെ പോയിന്റ് ആവും. അപ്പൊ അങ്ങ് നീട്ടി വരക്കാൻ നേരത്തെ വെച്ചാൽ. പക്ഷെ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് വരക്കണ വര ഡോട്ട് ഇട്ട് വരക്കാനേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോണ ഈ വരയിലെ പോയിന്റ് കണ്ടല്ലോ, അതുപോലും ഇതിലില്ല. അപ്പൊ അതിന്റെ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ടാ വരും. അപ്പൊ അവിടെ ഡോട്ട് ഇട്ടാണ് വരട്ടോ. ഈ ഡോട്ട് പോണതാണ് എന്ത്? 3x plus 2y 3x plus 2y greater than 6. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ ഷെയ്ഡ് അറിയാൻ ചെയ്യണം. ഇങ്ങോട്ട് ഷെയ്ഡ് 0 0 അതിലെ പോയിന്റ് ആവും. 0 0 അതിലെ പോയിന്റ് ചെക്ക് ചെയ്തപ്പോ ഫാൾസ് ആണ് കിട്ടി. അപ്പൊ അതിലെ പോയിന്റ് അല്ല, അതുകൊണ്ട് ഈ ഡോട്ടിന്റെ അങ്ങോട്ടാണ് ഷെയ്ഡ്. മനസ്സിലാണ്ടോ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഓർക്കുക, ഈ പോയിന്റുകൾ പോലും അതിലില്ല. ഈ ഡോട്ട് പോണ പോയിന്റ് ഉണ്ട്, അതുകൂടെ ഇല്ല. അതിന്റെ അപ്പുറത്തുള്ള ആ പുള്ളിന്റെ അപ്പുറത്തുള്ളവരെല്ലാം ഇതിൽ. ഇതിൽ ഏത് പോയിന്റ് എക്സ് വൈ കൊടുത്താലും ഇത് ശരിയാവും. ഇവിടെ 4, ഇതിന്റെ അപ്പുറത്തല്ലേ 4 2 4 5 ഒക്കെ അല്ലേ? 4 5 എക്സ് 4 y 5 കൊടുത്തത് കിട്ടും. ഈ വരയത്തെ ഏത് ഇതിന് ശേഷമുള്ള ഇതിന്റെ അപ്പുറത്തുള്ള ഏത് എക്സും വൈ കൊടുത്താലും നിങ്ങൾക്ക് ഇനീക്വൽ ടു ശരിയാവും. ഈ വരക്ക് പോലും ശരിയാവില്ല, അതിന്റെ അപ്പുറത്തും ശരിയാവില്ല.
അപ്പൊ ഇതാണ് അതിന്റെ ഈ ഷെയ്ഡ് പോർഷൻ, ഇതാണ് സൊല്യൂഷൻ റീജിയൻ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 ഗ്രാഫിക്കലി. ഇത് ഗ്രാഫ് ഉപയോഗിച്ച് സോൾവ് ചെയ്യണം. ഇതിപ്പോ എക്സ് ഇല്ലത്, ഇതിന് ഈക്വൽ ടു ഒക്കെ വെച്ചെന്താവും? y ഈക്വൽ ടു -3. y ഈക്വൽ ടു -3 എന്ന y യുടെ -3 കൂടെ വരെ വരച്ചാൽ മതി. ബാക്കി കാര്യങ്ങളതിന് ശേഷം നോക്കാം. ഓക്കെ, നമ്മൾ നോക്കാം. 1 2 3 4 -1 -2 -3 1 2 3 4 -1 -2 -3 -1 x x y s y ഈക്വൽ ടു -3 എന്നുള്ള വര, y -3 ആവുന്ന സ്ഥലം എപ്പോഴും y -3 ആവുന്ന ഒരുപാട് പോയിന്റുകൾ. ഇത് y x ആണ്, y യുടെ നെഗറ്റീവ്, അതാ y -3. y യുടെ -3 കൂടെ വരക്കാം, ഇങ്ങനെ വരക്കാം. ഇതാണ് y ഈക്വൽ ടു -3 എന്നുള്ള ഗ്രാഫ്. ഇതാണ് y ഈക്വൽ ടു -3. ഈ വര, ഈ വരാത്ത ഏത് പോയിന്റും y കോർഡിനേറ്റ് -3. ഇനി y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3, അതിന്റെ ഗ്രാഫാണ്. അപ്പൊ അങ്ങോട്ട് ഷെയ്ഡ് ആയിരിക്കാം. രണ്ട് രീതിയിൽ ആയിരിക്കാം. y യുടെ വില -3ന്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, -3ന്റെ ഒപ്പം അല്ലെങ്കിൽ -3യേക്കാൾ ചെറുത്. ഇത് -3 ആണ്. ഇവിടുന്ന് അങ്ങോട്ട് -3യേക്കാൾ വലിയ വലിയ ആള്, ഇതൊക്കെ -3യേക്കാൾ. ഇത് ഈ ആക്സ് മാത്രം നോക്കിയാൽ മതി, y ആക്സ് മാത്രം നോക്കിയാൽ മതി. ഇത് -3, ഇവിടുന്ന് അങ്ങോട്ട് -3യേക്കാൾ വലുതാവും. അതൊക്കെ വലുതായി വലുതായി ഇങ്ങനെ വരും. ഇത് 0 ആണ്, അതിനേക്കാൾ വലുതായി വലുതായി വരും. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ -3യേക്കാൾ വലുതാവും. അപ്പൊ -3യേക്കാൾ ചെറുതാവുന്നത് ഈ വേള ഇങ്ങോട്ടാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം. നമ്മളിത് എന്താ, y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 എന്നല്ലേ. ഇതിൽ x ഇല്ലല്ലോ, വെറുതെ 0x കിട്ടിയ 0x വേണ്ട. എക്സിന് വൈക്കും 0 0 0 0 എന്നുള്ള പോയിന്റ് അതിലുണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ എക്സിന് വൈക്കും 0 കൊടുക്കുക. അവിടെ ഓൾറെഡി 0 ആണ്. ഇതിന് 0 കൊടുക്കുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. ഇതല്ലേ ഇവിടെ 0 കൊടുത്താൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. ഇനി x ഉണ്ടെങ്കിലോ 0x അല്ലേ, അപ്പൊ 0 × 0 എന്നാലും ഇത് 0 ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3, -3യേക്കാൾ ചെറുതാണ് അല്ലെങ്കിൽ തുല്യമാണ് എന്ത്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3, -3യേക്കാൾ ചെറുതാണ് 0. ശരിയാണ്, -3യേക്കാൾ ചെറുതാണ് അല്ല. അതുകൊണ്ട് 0 0 എന്ന പോയിന്റ് ഈ ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഷെയ്ഡ് വരില്ല. എങ്ങോട്ട് വരിക ഷെയ്ഡ്? ഷെയ്ഡ് ഫുള്ള് താഴോട്ടാണ്, ഇങ്ങോട്ട് ഫുള്ളാണ് ഷെയ്ഡ്. ഈ ഭാഗത്ത് വരുന്നവരാണ് ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ളത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഈ റീജിയൻ, ഈ ഷെയ്ഡ് റീജിയൻ ആണ് അതിന്റെ സൊല്യൂഷൻ. ഇതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ പുതിയ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് തിരിച്ചു. ഓക്കെ.